അപ്പൊ ഇരട്ടകൾ 40-45 വയസ്സിനിടയിലുള്ള ഇരട്ടകൾ എന്നൊക്കെ പറഞ്ഞപ്പോ കറക്റ്റ് അതിന്റെ ഇടയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. 40-45 വയസ്സടക്കം ഞങ്ങളല്ല അവരുടെ മാത്രമാണ്. ഇതിങ്ങനെ താഴെ എഴുതി കാണിക്കണേ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോ ഈ ഞങ്ങളല്ല. 40-45 വയസ്സെന്ന് പറഞ്ഞോണ്ട് ഞാൻ എടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി കുറയ്ക്കണം താഴേക്ക്. എന്നിട്ട് ഞങ്ങൾ ഇതേമാതിരി ഓഡിഷന് പോയപ്പോ ഒരു സീൻ അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോഴൊക്കെ ഞങ്ങക്ക് നല്ല ടെൻഷനാട്ടോ, നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു വേറൊരു ലോകത്തേക്ക് എത്തിയ മാതിരിയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞങ്ങള് സാധാരണ ക്ലാസ് എടുക്കുന്നു, പിള്ളേരെ പറ്റിച്ചിട്ട് പോകുന്നു. ഇത് വേറൊരു ലോകമാണ്. ഏതായിട്ട് എളുപ്പം പഠിപ്പിക്കലാണോ അഭിനയിക്കലാണോ? പഠിപ്പിക്കലാണ്. കാരണം കുറച്ച് കൊല്ലമായിട്ട് അതാണ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് അറിയാത്തൊരു പണിയല്ലേ അഭിനയം. എന്താ അഭിനയം അറിയോന്നല്ല നമ്മൾ അതായത് ഇറങ്ങിയിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ ശരിക്കും ഒരു ജാതകയിലെ ആളുകൾ തന്നെ പറയാം. എത്ര പേര് ഇതിൽ ആരെ പറ്റിയ ചോദിക്കേണ്ടതെന്ന് എനിക്ക്. എല്ലാം അടിപൊളി കാസ്റ്റിംഗ്. അതൊരു ഭാഗ്യമാണ്. നമ്മൾ ഇതുവരെ സ്ക്രീനിൽ മാത്രം കാണുന്ന സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. വിജയരാഘവൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ടീനേജ് പ്രായത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇറങ്ങുന്നത്. കമ്മീഷണറൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് സാറ് വരുമ്പോഴേക്കും കയ്യടിയാ. രജപുത്രൻ എന്നൊക്കെ പറഞ്ഞ സിനിമ അദ്ദേഹം സ്ക്രീനിൽ വന്നപ്പോ തന്നെ കയ്യടിക്കുക. അങ്ങനെ ഒരു ആളുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഡ്രീം ആണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അബു സലീമേട്ടന്റെ കൂടെ അബുസലീമിനെ ഞങ്ങൾക്ക് സൈലന്റ് ആണല്ലോ. ആൾക്കാരാണ് അതൊരു ഭാഗ്യമാണ്. അതേമാതിരി വിനീത് ശ്രീനിവാസൻ, ബേസിൽ അവരുടെയൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക തന്നെ കുറച്ച് കഴിയുമ്പോ അയ്യോ നമ്മള് സിനിമയിൽ കണ്ടവരാണല്ലോ എന്റെ അടുത്തിരിക്കണെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം പോലെ ഒരു പൂക്കാലം പൂ ചോദിച്ചത് പൂക്കാലം തന്നു അല്ലേ? ആ ഒരു ഫീൽ ആളുകൾ എക്സ്പീരിയൻസ് ഇതുപോലെ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ചോദിക്കുമ്പോഴും പൂക്കാലം എന്ന് പറയുമ്പോൾ ആ 21 days 25 days ഞങ്ങളുടെ ഉള്ളിൽ ലിറ്ററലി ശരിക്കും അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഇത് നിങ്ങളുടെ ഭാര്യ. സിനിമയില് ഈ ഭാര്യമാരെ മാറിപ്പോയിട്ടുണ്ട്. ജീവിതത്തിലും ട്വിൻസുകളെ തന്നെ കല്യാണം കഴിച്ച് ജീവിതത്തിലും മാറിപ്പോയിട്ടുണ്ടോ? അത് വളരെ നമ്മള് സൂക്ഷിച്ച് നിങ്ങളെ ഈ പുറത്തുനിന്ന് പറയണ്ടല്ലോ നല്ല കൗതുകമാണ്, അതിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയോ. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ഭാര്യനൊക്കെ മാറുക പറഞ്ഞാൽ ശരിക്കും ഉള്ളില് അപ്പൊ ആദ്യത്തെ കാലത്ത്